Hi guys, welcome to Jane's OET Hub. Hope you all are fine and safe. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OET റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റൈറ്റിങ്ങിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസിനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറൊരു വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. അതിനകത്ത് എൻറ്റയർ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഓൺലൈൻ OET ആൻഡ് CBT ക്ലാസ്സസിനെ കുറിച്ചൊന്ന് പറയാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് 100 hours ലൈവ് സൂം ക്ലാസ്സസ് ഉണ്ട്. അല്ല എങ്കിൽ അവർക്ക് 45 ഡേയ്സിൻ്റെ 1:1 ക്ലാസ്സസ് ഉണ്ട്. നിങ്ങളൊരു എക്സാം ടേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ക്രാഷ് കോഴ്സാണ്. ക്രാഷ് കോഴ്സ് നമ്മൾ 20 hours പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 15 hours പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ മോഡ്യൂളിൽ ആണ് ക്ലാസ് വേണ്ടതെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ CBT ക്ലാസ്സസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസിനും നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണുന്ന നമ്പറിൽ, അതായത് 6238163409 എന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമുക്കാദ്യം അഡ്മിഷൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൻ്റെ ബിഗിനിങ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഇത് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ വരുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ അഡ്മിഷൻ ഹിസ്റ്ററി ആണ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എഴുതുന്നെങ്കിൽ എങ്ങനെ അത് എഴുതാം എന്നുള്ള ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ആണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ, Mr. X was admitted to hospital 1 week ago for a bunionectomy. അപ്പോൾ നമ്മളൊരു സർജറിക്ക് വേണ്ടി, അതായത് ഷെഡ്യൂൾഡ് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സെൻറ്റൻസ്, മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 6/8/2021 വിത്ത് എ ഫീവർ ആൻഡ് സ്റ്റൊമക് പെയിൻ. അത് നമ്മൾ സാധാരണ ഒരു സിംറ്റംസും ആയിട്ട് അഡ്മിറ്റ് ആവുന്ന ഒരു കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീവർ എന്നുള്ളത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ ഫീവർ എന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഡേറ്റ്, വാസ് അഡ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നേരത്തേതിൽ നമ്മൾ 1 week ago എന്നുള്ള ടൈം ഫ്രെയിം കൊടുത്തു, ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുത്തു. ഓക്കെ, അത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് സിവിയർ അബ്ഡോമിനൽ പെയിൻ ആൻഡ് വോമിറ്റിംഗ്. വിത്ത് ദ കംപ്ലയിൻസ് എഴുതുമ്പോൾ ദ ചേർക്കാൻ ഓർമ്മിക്കണം. ഈ രീതിയിൽ വേണമെങ്കിലും, അതായത് സിംറ്റംസുമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഈ തേർഡ് ടൈപ്പിലും നിങ്ങൾക്ക് ആ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഗ്രാമർ റൂള് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് അഡ്മിഷൻ എഴുതാം. ഇനി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ വന്നു പോകുന്ന ഒരു കേസ് നോട്ടാണെന്ന് വിചാരിക്കും. ഒരു പേഷ്യൻ്റ് വന്നിട്ട് അഡ്മിറ്റ് ആവുന്നില്ല, തിരിച്ചു പോകുന്ന ഒരു കേസാണെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പോൾ അലിസ്റ്റർ വാസ് ബ്രോട്ട് ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഹിസ് മദർ വിത്ത് എ 2-day ഹിസ്റ്ററി ഓഫ് ബ്രെത്ത്ലെസ്നെസ്. സോ എന്താണ്, ഇവിടെ ചെറിയ കൊച്ചായിരിക്കാം, അതുകൊണ്ട് അവരുടെ അമ്മ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പാസീവ് ഫോമിൽ വാസ് ബ്രോട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അലിസ്റ്റർ വാസ് ബ്രോട്ട് ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഹിസ് മദർ. ഓക്കെ, അപ്പോൾ വേറെ ആരെങ്കിലും ഈ കുട്ടീനെ കൊണ്ടുവരുന്ന കേസായിട്ടാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ആ വേർഡ് മാത്രം മാറ്റിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഒരു പേഷ്യൻ്റ് ഒറ്റയ്ക്ക് വരുവാണ്, വേറെ ഒരാളാൽ കൊണ്ടുവരുന്നതല്ല, പേഷ്യൻ്റ് ഒറ്റയ്ക്ക് ഒരു ക്ലിനിക്കിലോട്ട് വരുന്ന ഒരു സിനാരിയോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഓൺ 10 June മിസ്സിസ് എക്സ് പ്രസൻറ്റഡ് ടു ആർ ക്ലിനിക്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഞാൻ കാണുന്ന ഒരു എറർ എന്ന് പറയുന്നത് വാസ് പ്രസൻറ്റഡ് എഴുതി പോകും. ഒരിക്കലും പ്രസൻറ്റഡിൻ്റെ കൂടെ വാസ് വരരുത്, പാസീവ് ആക്കരുത്. മിസ്റ്റർ ഓർ മിസ്സിസ് എക്സ്
presented to our clinic with an injury on her left arm following a fall at home. So ഫാളിനെ തുടർന്ന് ഒരു ഇഞ്ചുറി ഉണ്ടായി, അതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് വന്നേക്കുന്നത്. അപ്പോൾ ആൻ ഇഞ്ചുറി എന്ന് എഴുതാൻ മറക്കരുത്, ബിക്കോസ് ആർട്ടിക്കിൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇഞ്ചുറി ഈസ് എ കൗണ്ടബിൾ നൗൺ. പിന്നെ ലെഫ്റ്റ് ആം എന്നുള്ളത് ബോഡി പാർട്ട് ആയതുകൊണ്ട് ഹെർ അല്ലെങ്കിൽ ദ അവിടെ മാൻഡേറ്ററി ആണ്. ഇത്രയും കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി മെഡിക്കൽ ഹിസ്റ്ററി ഏതൊക്കെ വിധത്തിൽ എഴുതാം എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ വെച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ഫോർ വിച്ച് ഹി ടേക്സ് മെറ്റ്ഫോമിൻ 500 mg. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അതേ സെൻറ്റൻസ് തന്നെ ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ഫോർ വിച്ച് മെറ്റ്ഫോമിൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് മെലിറ്റസ് ഫോർ വിച്ച് ഹീ ഈസ് ഓൺ മെറ്റ്ഫോമിൻ. ഇതിലേതെങ്കിലും എഴുതാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഫോർ വിച്ച് എന്നതിന് മുന്നേ കോമ ഇടാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, റെഗുലർ മെഡിസിൻ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് ഇപ്പം മെൻഷൻ ചെയ്തേക്കുന്നത്. സോ അത് നിങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടി ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത രീതിയിൽ എങ്ങനെ എഴുതാം എന്നാണ്. മിസ്റ്റർ ജോൺസ് പാസ് മെഡിക്കൽ ഹിസ്റ്ററി ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. വെറും ഡിസീസ് കണ്ടീഷൻ മാത്രമാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യേണ്ടത്. മെഡിക്കേഷൻ്റെ കാര്യം അവിടെ ആവശ്യമില്ല എങ്കിൽ ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഹി ടേക്സ് ബൈസോപ്രലോൾ ടു കൺട്രോൾ ഹിസ് ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓർ എൽസ് ഹിസ് ഹൈപ്പർ ടെൻഷൻ ഈസ് കൺട്രോൾഡ് ബൈ റെഗുലർ മെഡിക്കേഷൻ. ഈ റെഗുലർ മെഡിക്കേഷന് പകരം അവിടെ മെഡിസിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലിസ്നോപ്രിൽ അല്ലെങ്കിൽ ബൈസോപ്രലോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ഹിസ് ഹൈപ്പർ ടെൻഷൻ ഈസ് കൺട്രോൾഡ് ബൈ ലിസ്നോപ്രിൽ, അങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ഇയർ മെൻഷൻ ചെയ്യണം. പാസ് മെഡിക്കൽ ഹിസ്റ്ററിയുടെ കൂടെ ഇയർ മെൻഷൻ ചെയ്യണമെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ എഴുതുന്നതാണ് നല്ലത്. അതെങ്ങനെ എഴുതുക? മിസ്റ്റർ എക്സ് has had diabetes mellitus since 2014 and hypertension since 2017. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. സിൻസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ടെൻസസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല സ്പെസിഫിക് ടൈം ആയിരിക്കണം സിൻസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു പീരീഡ് ഓഫ് ടൈം മെൻഷൻ ചെയ്യാൻ ഒരിക്കലും സിൻസ് ഉപയോഗിക്കരുത്. സിൻസ് 4 years തെറ്റാണ്. ഓക്കെ, സിൻസ് 2014 അങ്ങനെ സ്പെസിഫിക് ടൈം മാത്രം മെൻഷൻ ചെയ്യാനാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. 4 years കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടിലുള്ള വ്യത്യാസം ഞാൻ ഇവിടെ കൂടുതൽ പറയുന്നില്ല, നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അറിയില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ ഇതേ സെൻറ്റൻസ് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഡയബറ്റീസ് മെലിറ്റസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, അസുഖങ്ങളെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവന്നു, സിൻസ് 2014 ആൻഡ് 2017 റെസ്പെക്റ്റീവ്ലിയുടെ മുന്നേ കോമയിടാൻ മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ സീരീസും തെറ്റിപ്പോവരുത്. ഇതിൻ്റെ മീനിങ് ഡയബറ്റീസ് സിൻസ് 2014 തൊട്ടും പിന്നെ ഹൈപ്പർ ടെൻഷൻ 2017 തൊട്ടും എന്നാണ് മീനിങ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇയർ മാറിപ്പോവരുത്. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫസ്റ്റ് മെൻഷൻ ചെയ്ത ഡേറ്റിന് ഫസ്റ്റ് മെൻഷൻ ചെയ്ത ഡിസീസിന് അനുയോജ്യമായ ഡേറ്റ് തന്നെ ഫസ്റ്റ് മെൻഷൻ ചെയ്യണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് മെഡിക്കൽ ഹിസ്റ്ററിയിൽ എഴുതാൻ പറ്റും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ട് അസുഖം കൺഫേം ചെയ്യുന്ന ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റിഗേഷൻ, അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തേക്കുന്ന എക്സ്റേ, MRI, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എക്സെട്ര, അത് അങ്ങനത്തെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒരു എക്സ്റേ മാത്രമാണെങ്കിൽ എൻ എക്സ്റേ വാസ് ഡൺ, അല്ലെങ്കിൽ എൻ എക്സ്റേ വാസ് കണ്ടക്റ്റഡ് വിച്ച് കൺഫേംഡ് ഫ്രാക്ചർ ഓഫ് ലെഫ്റ്റ് നെക്ക് ഓഫ് ഫ്യൂമർ. ആ രീതിയിൽ എഴുതാൻ പറ്റും കേട്ടോ. എക്സ്റേ മാത്രം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ വാസ് ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ എക്സ്റേ MRI ഉണ്ടെങ്കിലോ, ആൻ എക്സ്റേ ആൻഡ് MRI വേർ
കണ്ടക്റ്റഡ് അല്ലെങ്കിൽ were requested or were done എന്നുള്ള രീതിയിൽ were done which confirmed the diagnosis എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇതേ ഡയഗ്നോസിസ് ആണ് മെൻഷൻ ചെയ്ത്, അതായത് ചിലപ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡയഗ്നോസിസ്, പിന്നെ അത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഡയഗ്നോസിസ് എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ റീഡർക്ക് മനസ്സിലാവും നേരത്തെ എഴുതിയിട്ടുള്ള അസുഖം തന്നെയാണ് ഞാൻ വീണ്ടും മെൻഷൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഞാൻ എക്സാമ്പിൾ വിച്ച് ഷോസ് അല്ലെങ്കിൽ വിച്ച് റിവീൽഡ് അല്ലെങ്കിൽ വിച്ച് കൺഫേംഡ് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇപ്പം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, എ സീരീസ് ഓഫ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് വർ കണ്ടക്റ്റഡ് വിച്ച് കൺഫേംഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വിച്ച് റിവീൽഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. അതായത് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ റൈറ്റിങ്ങിൽ, പ്രോഗ്രസ് ഉണ്ട്, ഹാബിറ്റ്സ് ഉണ്ട്, കൺക്ലൂഷൻ പാരഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ഉള്ള വീഡിയോസിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത്. പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എന്നിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.